എന്തുകൊണ്ടാണ് അവർ RSSനോടൊപ്പം ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾ പോകുന്നുവെങ്കിൽ അവിടെ എവിടെയാണ് നമ്മൾ ഫെയിലായത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ജനാധിപത്യം പരിപൂർണമാകുന്നത് ഒരു തുല്യ പ്രാതിനിധ്യത്തോടെ സ്ത്രീകൾ പാർലമെന്റിൽ ഉണ്ടാകുമ്പോഴാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ ഒരു പാർട്ടികളും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. സോ അസേർട്ട് ചെയ്യുക, അഭിപ്രായം പറയുക, നിലപാട് പറയുക, നിലപാടുണ്ടാകുക, ഇതൊന്നും അത്ര വേഗത്തിൽ അംഗീകരിച്ച് തരുന്നതല്ല ഈ ഗോഡ്സ് ഓൺ കൺട്രിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ നേതാവ്, കരുത്തുറ്റ സ്ത്രീ അവകാശ പ്രവർത്തക, 2024 ലോക്സഭ ഇലക്ഷനിലെ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ആനി രാജയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഈ വിമൻസ് ബില്ല് വന്നതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണല്ലോ. അപ്പോൾ ഈ 2024 ഈ ഇലക്ഷനെ, വനിതാ സംവരണ ബില്ല് വന്നതിന് ശേഷമുള്ള ഇലക്ഷനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ല, ഇതില് രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 76 വർഷങ്ങൾ കഴിയുമ്പോഴും ഇന്ത്യൻ പാർലമെന്റിൽ 14% സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അത് 13ലേക്ക് താണ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തുള്ള പുരുഷാധിപത്യ ഫ്യൂഡൽ മെൻറ്റാലിറ്റി, പ്രത്യേകിച്ച് അത് ഒന്നുകൂടി പറഞ്ഞാൽ ഒരു മനുവാദി മെൻറ്റാലിറ്റി, അത് എത്രമാത്രം ശക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഈ സ്ത്രീക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള മനുവാദ ചിന്താഗതി എത്രമാത്രം ശക്തമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ കാണിക്കുന്നത്. ഫലം എന്ന് പറഞ്ഞാൽ എത്ര സ്ത്രീകൾ വിജയിച്ചു വരാൻ സാധിച്ചു എന്നുള്ളത്. ഇത് ഒന്ന്. രണ്ടാമത്, ഇന്നലെ പ്രൈം മിനിസ്റ്റർ അവരുടെ പാർലമെന്റ് അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇനി അങ്ങോട്ടുള്ള രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് വിമൻ ലെഡ് ഡെവലപ്മെന്റ് ആയിരിക്കും. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനമായിരിക്കും രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴും ആനച്ചങ്ങലയിട്ട് സ്ത്രീയുടെ കാല് ബന്ധിച്ചുകൊണ്ടാണ്, ആ ബന്ധനസ്ഥയായ സ്ത്രീയെ വെച്ചുകൊണ്ട് ഈ രാജ്യം വികസിപ്പിക്കുമെന്നാണ്, വികസനത്തിലേക്ക് എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 2014 മുതൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് സ്ത്രീകളുടെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. ആ പേര് സ്ത്രീയുടെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 10 വോട്ട് 2 സീറ്റ് നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് യഥാർത്ഥമായിട്ടുള്ള സ്ത്രീ ശാക്തീകരണം അവർ ലക്ഷ്യം വെക്കുന്നില്ല. പ്രത്യേകിച്ച് ആ പാർട്ടി, ആ ഗവൺമെന്റിനെ നയിക്കുന്നത് മനുവാദ ഐഡിയോളജി മായി മുന്നോട്ട് നീങ്ങുന്ന RSS ആണ് നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. എന്നാൽ ഇതിന് മാറ്റം വന്നേ മതിയാകും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് നോക്കിയാലും സ്ത്രീ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് 2ആയിട്ട് ചുരുങ്ങിപ്പോയോ എന്നൊക്കെ നമുക്ക് തോന്നാം. CPMന്റെ അതുപോലെ തന്നെ കുറഞ്ഞ രീതിയിലാണ് കണ്ടത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനങ്ങൾക്ക് പോലും എന്തുകൊണ്ടാണ് സ്ത്രീ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ പ്രശ്നം വരുന്നത്? അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. CPIക്ക് 4 സീറ്റാണ്. ആ 4-ൽ 1 സീറ്റിൽ സ്ത്രീക്ക് സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ CPIM അവരുടെ നമ്മൾ കണ്ടു 2 സീറ്റാണ് വനിതകൾക്ക് കൊടുത്തത്. അപ്പം ഇതും നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മുടെ ഭാഗം കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വളരെ സുപ്രധാനമായൊരു ചോദ്യം ഇടതുപക്ഷ പാർട്ടികൾ സ്വയം ചോദിക്കേണ്ട കാലവുമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാർട്ടികൾ രാജ്യത്ത് ഈ സ്ത്രീകൾക്ക് 1/3 റിസർവേഷൻ വേണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടിയുള്ള ചില സമയത്ത് സമരങ്ങൾ നടത്തുന്നു, പ്രസ്താവനകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അതില്ലാതെ എന്തുകൊണ്ട്
സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകൾ എന്തുകൊണ്ടില്ല ഇരിക്കുന്നു എന്നുള്ളത് സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ട കാലം കൂടിയാണ്. ഇതെല്ലാം പറയുമ്പോഴും മറ്റു പാർട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതുവരെ പറയാമായിരുന്നു നമ്മൾ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ കുറെ കൂടി ബെറ്റർ ആണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ഭേദപ്പെട്ടതല്ല എന്നുള്ളത് അത് സ്വയം വിമർശനപരമായി തന്നെ അംഗീകരിക്കുകയാണ്. അത് മാറണം. അത് മാറിയെങ്കിൽ മാത്രമേ ഇടതുപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ തുല്യതയിൽ വിശ്വസിക്കുന്ന, സ്ത്രീ സമത്വത്തിൽ വിശ്വസിക്കുന്ന, മാർക്സിയൻ ഐഡിയോളജി തന്നെ ആ രീതിയിലുള്ളതാണ്. സ്ത്രീകൾ കൂടി പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ വിപ്ലവം വിജയിക്കുകയുള്ളൂ എന്ന് പറയുന്ന, സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വരണമെന്ന് പറയുന്ന, പോരാട്ട മുഖങ്ങളിലേക്ക് പുരുഷനോടൊപ്പം നേതൃപദവികളിലേക്കൊക്കെ വരണം എന്ന് പറയുന്ന ലെനിനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ അത് ആ തത്വങ്ങളൊക്കെ തന്നെ, ആ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അത് പുലർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന കൂടി നടത്തേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ 2029 കൂടി ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കും, പ്രാവർത്തികമാക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പ്രാവർത്തികമാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്തും ഉയർന്ന ഒരു പ്രധാന വാദമായിരുന്നു ഇതിനകത്ത്, അതായത് റിസർവേഷനകത്ത് റിസർവേഷൻ, OBC റിസർവേഷൻ പോലുള്ള റിസർവേഷൻ വരണം എന്നുള്ളത്. അതില് മാഡത്തിന്റെ അഭിപ്രായം എന്താണ് നിലപാട്? ഇല്ല, ഇതില് തുടക്കത്തിൽ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഗീതാ മുഖർജിയാണ് ഇതിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, CPIയുടെ പാർലമെന്റ് അംഗമായിരുന്നു, ദേശീയ മഹിളാ ഫെഡറേഷന്റെ ഉപാധ്യക്ഷ കൂടിയായിരുന്നു. ആ കാലം മുതൽ തന്നെ ഉയർന്നു വരുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഈ റിസർവേഷൻ വിത്തിൻ റിസർവേഷൻ എന്നുള്ളത്. അന്ന് ഞങ്ങളുടെ സംഘടനകളൊക്കെ തന്നെ, ഇടതുപക്ഷ സംഘടനകളൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ആലോചിക്കേണ്ടത്. ഇത് 1/3 റിസർവേഷൻ സീറ്റ്സ് ടു വിമൻ എന്നുള്ളത് അത് വരട്ടെ ആദ്യം എന്നുള്ള നിലപാടായിരുന്നു തുടക്കത്തിൽ. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളത് എന്തിനു പിന്നീടേക്ക് വെക്കണം, അപ്പോൾ അതുകൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അത് പാർലമെന്റ് പാസ്സാക്കിയാൽ, ആ രീതിയിൽ പാസ്സാക്കിയാൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളത് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ വളരെ വ്യക്തമായി രാജ്യം അതത് കാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകളെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ റിസർവേഷൻ വിതിൻ റിസർവേഷൻ എന്ന് പറയുന്ന അതേ പാർട്ടികൾ അല്ലെങ്കിൽ അതേ ആവശ്യം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് OBC അല്ലെങ്കിൽ മൈനോറിറ്റി പുരുഷന്മാരുടെ റിസർവേഷനെ പറ്റി ആലോചിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയിക്കാനും ഒന്നും റിസർവേഷൻ ആവില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് റിസർവേഷൻ വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്നുള്ളത് ഒരു കാര്യം. അങ്ങനെ വന്നാൽ ഞങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഒരു ആന്റി വിമൻ ചിന്താഗതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇത് പറഞ്ഞുകൊണ്ട് ഈ ബില്ലിനെ തടയിടുക, ഇത് വരാതിരിക്കാൻ, ഇതാണ് ഒറ്റ കാരണം. മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ ഭരണഘടനയാണ്. അപ്പം അതിൻ്റെ അകത്ത് മതാടിസ്ഥാനത്തിൽ റിസർവേഷൻ എന്നുള്ള ഒരു കാര്യമില്ല ഈ ഭരണഘടനയ്ക്കകത്തില്ല. അതിൻ്റെ അകത്തുള്ളത് സോഷ്യലി എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് എന്നുള്ള SC ST സംവരണത്തെക്കുറിച്ചുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സെക്കുലർ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ റിസർവേഷൻ എന്നുള്ള കാര്യം വരുമ്പോൾ അത് വലിയ ചർച്ചകൾ നടത്തി പൊതുവായി സ്ത്രീയുടെ റിസർവേഷൻ, വനിതകളുടെ സംവരണം പറയുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് വനിതാ സംവരണം വരാതിരിക്കുന്നതിന് വേണ്ടി, അതിനെ തടയുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ആർഗ്യുമെന്റ് എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം അതല്ലാതെ തന്നെ സിൻസിയറായിട്ട് ചർച്ച ചെയ്യാൻ എത്ര പാർട്ടികൾ തയ്യാറാകും, ഇത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ റിസർവേഷൻ വിത്തിൻ റിസർവേഷൻ എന്ന് പറയുന്ന അതിനുവേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അങ്ങ് വലിയ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ സത്യത്തിൽ ഈ വനിതാ സംവരണം വരണ്ട എന്നുള്ള പക്ഷക്കാരാണ്. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഈ വനിതാ സംവരണം പാസ്സാക്കിയത് നിങ്ങൾ പറഞ്ഞു 2029 ആകുമ്പോഴേക്കും വരും, ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്ന് വരും, എപ്പോൾ ഇത് നമ്മുടെ സെൻസസ് എന്ന് നടത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഡീലിമിറ്റേഷൻ അതെപ്പോൾ പൂർത്തിയാകുമെന്ന്
അതിനെക്കുറിച്ച് യാതൊരു ഇൻറ്റിമേഷനും തന്നിട്ടില്ല. അപ്പോൾ ഇത് എത്ര കാലം വേണമെങ്കിലും അനിശ്ചിതമായി 2011 ശേഷം നടത്താത്ത സെൻസസ് എന്ന് നടത്തുമെന്ന് ഈ ബില്ല് പാസ്സാക്കുമ്പോൾ അത് ആ രണ്ട് കാര്യങ്ങൾ ക്രൈറ്റീരിയയായി വെച്ചുകൊണ്ടൊരു നിയമം പാസ്സാക്കുമ്പോൾ എത്ര പാർട്ടി ഇതിങ്ങനെ പറയുമ്പോഴും സത്യത്തിൽ ഇതിൽ ഞങ്ങൾ ഇത്തരം ഒരു ബില്ലിനെ ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികളടക്കം ഞാൻ പറയാണ്, എല്ലാവരും ഇതിനെ അനുകൂലിക്കുക ചെയ്തത്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഭയം, അയ്യോ ഇതിനെ ഇപ്പം ഞങ്ങൾ എതിർത്താൽ പറയും ഞങ്ങൾ സ്ത്രീ വിരോധികളാണെന്ന് പറയും എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഇത് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാൽ അതിൻ്റെ ഫലം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണം. സ്ത്രീകൾ ഈ ഇന്ത്യൻ ജനാധിപത്യം പരിപൂർണമാകുന്നത് ഒരു തുല്യ പ്രാതിനിധ്യത്തോടെ സ്ത്രീകൾ പാർലമെന്റിൽ ഉണ്ടാകുമ്പോഴാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ ഒരു പാർട്ടികളും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതെ അതെ, അത് ഈ ഇലക്ഷനിൽ അത് വളരെ ഇത് നരേന്ദ്രമോദി നമ്മുടെ ഇന്നലത്തെ അവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും അധികം സ്ത്രീകളെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് എത്ര സ്ത്രീകൾ വന്നു? അത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ കുറഞ്ഞുപോയി എന്ന് പരസ്യമായി സമ്മതിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഭയപ്പെടേണ്ടത്, അല്ലെങ്കിലോ സ്ത്രീകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് നമുക്ക് വോട്ട് കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുകയല്ല വേണ്ടത്. ചെയ്യേണ്ടത് എന്താണ്? ഇത് സ്ത്രീ വിരോധമായിട്ടുള്ള ഒരു ഇതാണ്. സ്ത്രീകൾക്ക് ഇത് എന്ന് ലഭിക്കുമെന്ന് പേപ്പറിൽ എഴുതി വെച്ചാൽ സ്ത്രീകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കില്ല. അതുകൊണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടണം എന്നുള്ള നിലപാടെടുക്കാൻ ഒരു പാർട്ടികളും തയ്യാറായില്ല. അതും കാണേണ്ടതാണ്. ഈ വനിതാ സംവരണ ബില്ലെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതാണല്ലോ പ്രധാനമായും വെക്കുന്നത്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ അതിന്റെ ഹയർ അതോറിറ്റീസിൽ ഈ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം, അവരുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്ര സ്ത്രീകൾ വരുന്നുണ്ട്, എത്ര സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അതിൽ നിന്നും മാറ്റം ഉണ്ടായാലല്ലേ ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്തൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. അതപ്പം തീരുമാനമെടുക്കുന്ന ഘടകങ്ങളിൽ തുല്യമായ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുക എന്നുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള മറ്റ് മേഖലകളിലുള്ള സ്ത്രീ ജെൻഡർ ജസ്റ്റിസിന്, ജെൻഡർ ഇക്വാളിറ്റിക്കൊക്കെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അത് തന്നെയാണ്. ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ ചില പാർട്ടികളെ പരിശോധിച്ചാൽ അങ്ങനെയും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം മമതാ ബാനർജിയുടെ അവരുടെ രാഷ്ട്രീയവുമായി എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവർ വളരെ ബോൾഡായിട്ട് തീരുമാനിച്ചു 33% സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത്, 40% സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളത്. BJD ഒറീസയിൽ അവരും അതേപോലെ തീരുമാനിച്ചു, ചില ബോൾഡ് ഡിസിഷൻ എടുത്തുകൊണ്ട് അപ്പം ഇതും സാധ്യമാണ്. അത് BJDയുടേത് പുരുഷനാണ് നേതൃത്വത്തിലിരിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിന്റെ സ്ത്രീയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് എന്നാലും അങ്ങനെ ബോൾഡായ ചില തീരുമാനങ്ങൾ വരികയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് തന്നെ മേ ബി ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയായിരിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏത് പാർട്ടിയുടെയും തീരുമാനമെടുക്കുന്ന ഘടകങ്ങളിൽ സ്ത്രീക്ക് തുല്യ പ്രാതിനിധ്യം ഉണ്ടാകുക എന്നുള്ള, ഐസ്ക്രീമിന്റെ മേലെ ചെറി വെക്കുന്നത് പോലെ 1, 2, 3 എന്നുള്ളതിന് 10-30 ആളുകളിൽ 3 പേര് സ്ത്രീകളാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് സൈസബിൾ ഒരു നമ്പറിൽ സ്ത്രീകൾ വരിക എന്നുള്ളത് തുടർ മാറ്റങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പം ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പാർട്ടികളിൽ പരിശോധിച്ചാൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതും അഡ്രസ്സ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ ദേശീയ മഹിളാ ഫെഡറേഷനെ സംബന്ധിച്ച് ഇന്നർ പാർട്ടി ഫോറങ്ങളിൽ എത്രമാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഫൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പരസ്യമായി കൂടി ഇനിയിപ്പം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതെല്ലാം ഇങ്ങനെ പാർട്ടി മീറ്റിങ്ങുകളിൽ മാത്രം പറയേണ്ടതല്ല, ഇതിനപ്പുറത്തേക്ക് അതിന് പൊതുവായി തുറന്നു പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യയിലെ സ്ത്രീകൾ. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഫാസിസം അതിൻ്റെ എല്ലാവിധ രൂപത്തിലും ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ ആ ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ സ്ത്രീയുടെ പങ്ക് ഏറ്റവും സുപ്രധാനമാണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ വെയിലും മഴ കൊണ്ടിട്ടായാലും സ്ത്രീകളുടെ ലൈനാണ്
അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷനേക്കാൾ ഒട്ടും പിറകിലല്ല ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നതിൽ എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നിർണായകമായ ഒരു ഘടകമാണ് സ്ത്രീകൾ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ കാണുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ. കേരളത്തിന്റെ സാഹചര്യത്തിലോട്ട് വരാം. കേരളത്തിന്റെ സാഹചര്യത്തിൽ വരുമ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണം പൊതുവേ കുറവ്. അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഏത് BJP ആണെങ്കിൽ പോലും സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കുന്നത് കുറച്ച് സാധ്യത കുറവുള്ള സീറ്റുകളിലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് സാധ്യത കുറവുള്ള സീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം CPIയെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാ സീറ്റുകളും ഇപ്പം ഞങ്ങളുടെ LDF എന്ന ആ ഒരു സംവിധാനത്തിൻ്റെ അകത്ത് CPIക്ക് ലഭിക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ എത്ര ടഫായിരുന്നാലും എത്ര ഈസി ആയിരുന്നാലും അങ്ങനെയൊന്നുമല്ല, അല്ല പാർട്ടി സീറ്റാണ്. ആ സീറ്റിൽ അവിടെയുള്ള പാർട്ടിയും ഈ സംസ്ഥാനത്തെ പാർട്ടിയും എല്ലാവരും പരിശ്രമിച്ച് ആ സീറ്റിൽ വിജയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ത്രീകൾ എന്നോട് പലരും ചോദിച്ചു, ഇപ്പൊ നാഷണൽ, ഞാൻ വയനാട് മത്സരിക്കുമ്പോൾ നാഷണൽ ഈവൻ ഇന്റർനാഷണൽ മീഡിയാസ് വരെയും കൂടി ചോദിച്ച ആദ്യ ചോദ്യം അതാണ്, നിങ്ങൾ ഈ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്താണ്, ഈ പാർട്ടിക്ക് നിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു, അതുപോലെ നാഷണൽ മാധ്യമങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലെ സ്ത്രീ ആയാലും പുരുഷനായാലും പാർട്ടി കൂറ്, പാർട്ടി അച്ചടക്കം എന്നൊക്കെ പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ എൻ്റെ 40-45 വർഷത്തെ ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ ആദ്യമായാണ് ഞാൻ മത്സരിക്കുന്നത്. പാർട്ടി എന്നോട് ഇത് ഇങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊന്നുമല്ല, പാർട്ടി തീരുമാനിക്കുന്നു, പാർട്ടി തീരുമാനം എന്നെ അറിയിക്കുന്നു, ഞാൻ അതിന് ഒരു ഡിസിപ്ലിൻഡ് പാർട്ടി കേഡർ, എൻ്റെ ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് ഞങ്ങൾക്കതിനെ എന്തെങ്കിലും കുറഞ്ഞ സാധ്യതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയെ സംബന്ധിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ടും പറയാൻ പറ്റും. അത് CPI ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ചാൽ ആ CPI അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്, വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിന്. അതുകൊണ്ട് വിജയസാധ്യത കുറഞ്ഞത്, വിജയസാധ്യത കൂടിയത് അങ്ങനെ ഒന്നുമില്ല. ചില മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി മേൽക്കൈ ഉള്ളതുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇത് സ്ഥാനാർത്ഥിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇത് പാർട്ടി റെസ്പോൺസിബിലിറ്റിയാണ്. അത് പാർട്ടിയുടെ ഇത് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഇത് മറ്റൊരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണത്. ആ രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഓക്കെ, ഇത് പാർട്ടിക്കുള്ളിലെ കാര്യമാണല്ലോ പറഞ്ഞത്. ഈ ഞാൻ ചോദിക്കുന്നത്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ സംഹിത എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് വിജയസാധ്യത, പ്രത്യേകിച്ച് ഇത്തരമൊരു കാലഘട്ടത്തിൽ മോദി സർക്കാരിനെതിരെ നമ്മൾ ഇന്ത്യ അലയൻസ് രൂപീകരിച്ച് എങ്ങനെയും മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്, വളരെ കരുത്തിട്ട് ഒരു സ്ത്രീ കാൻഡിഡേറ്റ് ഒരു ഷുവർ സീറ്റ് കിട്ടണമായിരുന്നു എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അല്ല, ഞാനല്ല, നിങ്ങൾ പറയുന്ന അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഈ 4 ഇപ്പൊ CPIയെ സംബന്ധിച്ചാണ് ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുക. ആ 4 സീറ്റ് എന്ന് പറഞ്ഞാൽ 4 സീറ്റും വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എന്നാണ്, അല്ലെങ്കിൽ വിജയിപ്പിക്കണം എന്ന രീതിയിൽ പൂർണ്ണമായ ഒരു ഇഞ്ച് പോലും ഒരു മണ്ഡലത്തിലും കുറയാതെ തുല്യമായ പ്രാധാന്യത്തോടെ, അവിടെയാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ CPIയും മറ്റു ജനാധിപത്യ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥി പറയുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ലിസ്റ്റിൽ ഞാൻ അവിടുത്തെ വോട്ടറാണ്, ഡൽഹിയിലെ വോട്ടറാണ്. അപ്പം അതുപോലും അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ഇല്ല പാർട്ടി, പക്ഷെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയല്ലേ. ആ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അങ്ങനെയാണ്. പിന്നെ വിജയസാധ്യത കുറഞ്ഞത്, വിജയസാധ്യത കൂടിയത്, ചിലപ്പം ഓപ്പോണന്റ് കുറെ കൂടി ശക്തമാവാം, പക്ഷെ അതിനനുസരിച്ച് പാർട്ടി പരിശ്രമിക്കും. പാർട്ടി മെഷീനറി ഒന്നടങ്കം, ഇപ്പൊ LDF സംവിധാനമാകുന്നുണ്ട്, ആ സംവിധാനം ഒന്നടങ്കം പരിശ്രമിച്ച് വിജയിക്കുന്നതിനുള്ള പരിശ്രമമാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, CPI സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു വിഷയത്തിലെ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ, അതായത് സ്ത്രീകൾക്ക് തുല്യമായ
പ്രാതിനിധ്യം കൊടുക്കണം. ഇപ്പൊ 4 സീറ്റേ ഉള്ളെങ്കിലും 2 സീറ്റ് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഒന്നിപ്പോ കൊടുത്തിരിക്കുന്നു, അത് വളരെ കുറച്ച് കാലത്തിന് ശേഷമാണ് അങ്ങനെ. അത് നല്ല കാര്യം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് 2 കൊടുക്കണം, സ്ത്രീകൾക്ക് കൊടുക്കണം, യുവാക്കൾക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. അത് മാത്രമാണ്. അതല്ലാതെ ഞാൻ ഈ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിശ്ചയിച്ചത് ഒരു സീറ്റ് കൊടുത്ത് നിങ്ങൾ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് പാർട്ടി മാറിയിരിക്കുകയല്ല. പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ ഒന്നടങ്കം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വരികയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ അതിനെ, എന്നാൽ പല പാർട്ടികളുടേതും ഒരു ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ഇതാ ഞങ്ങള് വനിതകൾക്ക് സ്ഥാനാർത്ഥിയെ കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ വടക്കേന്ത്യയിൽ പല പാർട്ടികളിലും കാണാറുണ്ട്. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം, സ്ത്രീക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ്, അവിടെ പാർട്ടി ഒരു പരിശ്രമം നടത്തുന്നില്ല, അങ്ങനെ ഒരു വിഷയം. സ്ത്രീക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് എന്നല്ല, LDFന് തന്നെ അല്ലെങ്കിൽ CPIക്ക് തന്നെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റില് വളരെ സ്ട്രോങ് ആയ അങ്ങനെ സാധ്യതയില്ല എന്നാണ് നിങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, അസസ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബെറ്റർ കാൻഡിഡേറ്റിനെ ഇട്ട് പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത്, പൂർണ്ണമായും 100% എഫേർട്ട് ചെയ്തുകൊണ്ട് അത് വിജയിപ്പിക്കുക. അതല്ലേ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, അതല്ലേ. നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കലല്ല, പരിശ്രമിക്കുക. നമ്മൾ മാക്സിമം അങ്ങനെ ഒരു വീക്കായിട്ടുള്ള ഒരു സീറ്റാണ്, ആ വീക്കിൽ വളരെ വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയും ചെയ്യാത്ത കാര്യമാണത്. അപ്പം ലഭിക്കുന്ന സീറ്റ്, ഒരു മുന്നണി സംവിധാനത്തിനകത്ത് ജയിക്കുന്ന സീറ്റുകൾ, ആ സീറ്റുകൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പാർട്ടിയും ശ്രമിക്കുന്നത്. അപ്പം ബെറ്റർ കാൻഡിഡേറ്റ് ഏതോ ആ കാൻഡിഡേറ്റിനെ ഏറ്റവും വീക്കായിട്ടുള്ള സീറ്റിൽ ഇടുക, അതൊക്കെയാണ് ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളല്ലേ. എന്താണ് പറയുക, ഒരു അടവുകളും തന്ത്രങ്ങളും ഒക്കെ അതാണ്, അങ്ങനെയാണ്. ഞാൻ അതിനെ ആ രീതിയിലേ കാണുന്നുള്ളൂ. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു നിങ്ങൾ മത്സരിക്കില്ല, അവിടെ മത്സരിക്കില്ല, അത് ഭയങ്കര ഒരു പാർട്ടി, എൻ്റെ പാർട്ടി, ആ പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് അവിടെ ഒരു വീക്ക്നെസ് ഇത്തിരി ഉണ്ടെങ്കിൽ ആ പാർട്ടിയെ ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ എൻ്റെതാണ്. അതിന് പൂർണ്ണമായും നമ്മൾ പാർട്ടിക്ക് വേണ്ടി അങ്ങ് നിൽക്കുക. അതാണ് പാർട്ടി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഞാൻ 45 കൊല്ലമായി ഈ പാർട്ടിയിൽ ഓൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഈ പ്രചരണത്തിന്റെ സമയത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ക്ലിപ്പിങ്ങിൽ മാഡം പോയി അവിടുത്തെ തൊഴിലാളികൾ, മറ്റേ തോട്ടം തൊഴിലാളി സ്ത്രീകളോട് എനിക്ക് മലയാളം അറിയാം, നിങ്ങൾ മലയാളം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും മലയാളം അറിയാത്ത നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അതൊന്നും ആവശ്യം വരുന്നില്ല. അവിടെ ചെന്നിട്ട് എനിക്ക് മലയാളം അറിയാമെന്നോ അല്ലെങ്കിൽ മലയാളം അറിയില്ലെന്നോ ഒന്നും പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അതേസമയം മലയാളിയായിട്ടുള്ള മലയാളം സംസാരിക്കുന്ന ആനി രാജയ്ക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് മലയാളം അറിയാമെന്നും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നെന്നും പറയേണ്ടി വരുന്ന ഒരു അതർനെസ് ഉണ്ടായിരുന്നു അവിടെ. ഇല്ല, അത് അവിടെയാണ് അതിൻ്റെ ഡിഫറൻസ്. ഞാൻ ബോയ്സ് ടൗണിലേക്ക് ഈ പ്രചാരണത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായി കാലെടുത്ത് വെച്ചത് മുതൽ അത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് തരുന്നോ ജയിച്ചോ എന്നുള്ളതിന് അതല്ല ഇപ്പൊ പറയുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വയനാട് മണ്ഡലത്തിലെ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയേണ്ടി വന്ന എന്താന്ന് വെച്ചാല്, എനിക്കറിയില്ല, എൻ്റെ ഒരു ലുക്കിലും ഉണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു പ്രചാരണം നടന്നിരുന്നു. ഞാൻ ഏതോ വടക്കേന്ത്യയിലുള്ള ഏതോ ഒരു രാജസ്ഥാനിൽ നിന്നുള്ള ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണം വളരെ ശക്തമായിട്ട് സ്ട്രോങ്, അത് താഴെത്തട്ട് വരെയും പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നവരോട് സംസാരിക്കുമ്പം ചിലപ്പോൾ അവരൊന്നും മിണ്ടാതെ നിൽക്കുന്നു, ചിലപ്പോൾ അവരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ ആകുമ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര അത്ഭുതമാണ്. പിന്നെ അറിയില്ല, അവര് ഇങ്ങനെ ചില സ്ഥലത്ത് സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെയുള്ളവർ ഇങ്ങനത്തെ പൊട്ട് വെക്കുകയല്ല, അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പം വിചാരിച്ച അവര് ഇവിടെ പറഞ്ഞു കേട്ടത് ശരിയാണ് എന്ന്, നിങ്ങൾക്ക് ഭാഷ അറിയത്തില്ല എന്ന്. അപ്പൊ ആ ഫസ്റ്റ് ഇന്ററാക്ഷൻ തന്നെ അതിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഒരാളാണ് ഞാൻ, നിങ്ങൾ പറയുന്ന അതേ ഭാഷയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതല്ലാതെ ഞാനൊരു അന്യ എന്ന ഒരു ഫീലിംഗ്
നോട്ട് ഈവൻ എ സിംഗിൾ സെക്കൻഡ് ഐ ഫെൽറ്റ്. ഇനി മാഡം എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തില് ജാതി രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് കേരളത്തിലെ ജാതി എന്നുള്ളത് കേരളത്തിലെ പാർട്ടികൾക്കകത്തുള്ള ജാതിയെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? അതിനെപ്പറ്റി എന്താണ് മാഡം? ഒരു കാലഘട്ടത്തിൽ ഈ ജാതി കേരളത്തിൽ ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി, വളരെ ഒരു യാഥാർത്ഥ്യമായി എല്ലാവരും അംഗീകരിക്കുകയും ഇതൊരു വിഷയമാണ് എന്ന് അംഗീകരിക്കുകയും അതിനെതിരായി വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഇതൊക്കെ വന്ന് നമ്മൾ അതൊക്കെ പറയുമ്പോഴും ആ ഒരു കാലഘട്ടത്തിലെ ആ പോരാട്ടങ്ങൾക്ക് എല്ലാം ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോൾ അത് പിന്നെ പല രൂപത്തിലുള്ള പല വിധത്തിലുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമരങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു മോഡേൺ സൊസൈറ്റി ആയിട്ട് ഇപ്പോൾ ഈ 2024 നിന്നുകൊണ്ട് നമ്മൾ കേരളത്തിലെ ജാതിയെക്കുറിച്ച്, ജാതി എന്താണ് അതിൻ്റെ ഒരു സാന്നിധ്യം, അതിൻ്റെ റോൾ, അതെന്ത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഈ കേരളത്തിൽ വടയമ്പാടി എന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ മനുഷ്യനെയും ആശങ്കപ്പെടുത്തേണ്ട ഒന്നാണ്. അപ്പം ഞാൻ ഇത് ഇന്ന് ഒരുപക്ഷെ കേരള സമൂഹം കുറേ ഗ്ലോബലി പോകുന്നു, ഗ്ലോബലാവുന്നതോടൊപ്പം തന്നെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജാതി. അതുകൊണ്ടാണ് ഇവിടെ ഓണർ കില്ലിംഗ് ഉണ്ടാവുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കാര്യം അത് ചില ഇടങ്ങളിലെങ്കിലും യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് അഡ്രസ്സ് ചെയ്തേ മതിയാവും. ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ അഡ്രസ്? ഇത് രാഷ്ട്രീയമായെന്ന് പറഞ്ഞാൽ ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന്. ആ സമത്വം ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത്, അതില്ല എന്നുള്ളത് പല സ്ഥലത്തും നമുക്ക് പല വിധത്തിലും പല അനുഭവങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇത് അംഗീകരിക്കണം. ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് എങ്ങനെയാണ്, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് പാർട്ടി ആവട്ടെ, BJP ആവട്ടെ, BJP ഇപ്പോൾ വളരെ വലിയ തോതിൽ, ഞാൻ ഗ്രൗണ്ട് ലെവലിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പം പല റൂറൽ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, തിരുവനന്തപുരത്തായാലും വയനാടാണെങ്കിലും എവിടെയാണെങ്കിലും റൂറലായിട്ടുള്ള ഊരുകളിൽ പോകുമ്പോൾ BJPയുടെയോ സേവാഭാരതിയുടെയോ ശക്തമായിട്ടുള്ള സാന്നിധ്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ജാതിയും ഒക്കെ എങ്ങനെയാണ്, മതസ്പർദ്ധ, വിദ്വേഷം എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? മതസ്പർദ്ധയും വിദ്വേഷവും അത് രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് വിജയം എന്നതിന് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ എങ്ങനെയാണ് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ നോക്കിയെന്നാണ്. അതിനു മുന്നേ തന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, ഇത് ഹേറ്റ് മോങ്കറിങ്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തിനു പറയുന്നു, ഇപ്പോഴും അദ്ദേഹം പറയുന്ന പലതിലും എന്താണ്, മുസ്ലിമിന് കൊടുക്കും, മുസ്ലിമിന് അത് ചെയ്യും, മുസ്ലിം ഇതിനകത്തും എന്ന് പറയുമ്പോൾ ആ ഒരു മതവിഭാഗത്തെ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതല്ലേ അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. അത് ജാതി എന്താണ്, ആ ചാതുർവർണ്ണത്തെ നിരാകരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ സാന്നിധ്യം എന്നുള്ളത് അതല്ല. അവര് ഈ ജനവിഭാഗങ്ങളെ അങ്ങനെ അവരോടൊപ്പം നിർത്തുന്നുവെങ്കിൽ അത് മറ്റു പല കാര്യം ചെയ്തു കൊടുക്കൊണ്ടാണ്. അവരുടെ അജണ്ട വേറെയാണ്. ഇവരെ അങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ആ മറ്റു പാർട്ടികളുടെ ഒരു പരാജയം കൂടിയാണ് അതെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ RSSനോടൊപ്പം ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾ പോകുന്നുവെങ്കിൽ അവിടെ എവിടെയാണ് നമ്മൾ ഫെയിലായത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അത് മറ്റു പൊളിറ്റിക്കൽ പാർട്ടികൾ പരിശോധിക്കേണ്ടതാണ്. അപ്പം ഇത് തെറ്റിദ്ധരിക്കരുത്, ഞാൻ വീണ്ടും പറയുകയാണ്, അവരുടെ കൂടെ ആൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണത്തെ അവർ നിഷേധിച്ചുകൊണ്ടല്ല ഈ ആളുകളെ കൂടെ നിർത്തിയിരിക്കുന്നത്. അത്
ഈ പാർട്ടികൾക്കകത്ത് ആ രീതിയിലുള്ള ചോദിച്ചല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തൊക്കെ ആ രീതിയിലുള്ള അങ്ങനെ ഒരു ജാതി വേർതിരിവ് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും പരിശോധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാർട്ടി ലീഡർഷിപ്പുകൾ സ്ത്രീകൾ എത്രയുണ്ട് എന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യത്തോടെ പരിശോധിക്കേണ്ട മറ്റൊന്നാണ് ഈ ദളിത്, ആദിവാസി അല്ലെങ്കിൽ മൈനോറിറ്റി അങ്ങനെയുള്ള എത്ര ആളുകൾ പാർട്ടി ലീഡർഷിപ്പുകൾ ഉണ്ട് എന്നുള്ളത്. അതിനെ അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക ബോധപൂർവമായൊരു ശ്രമം പാർട്ടികൾ അങ്ങനെ എടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. ഈ സൈബർ സ്പേസുകളിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു അവർക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേട്ടോ, അല്ലാതെയും എല്ലാ മേഖലകളിലുള്ള സ്ത്രീകളെയും പല വിധത്തിലും സൈബർ ആക്രമണം വളരെ തോതിൽ ബാധിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ്? ഇതൊരു ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം അത് ഭൂമിയിലായാലും സൈബർ ഇടങ്ങളിലായാലും എവിടെയായാലും ഏത് ഇടങ്ങളിലാണ് സ്ത്രീ സുരക്ഷിതയായിട്ടുള്ളത്? ഇത് നമ്മൾ അതിനെ സൈബർ ആക്രമണം എന്നുള്ളതിനെ ഒരു എന്താണ് പറയുക സെപ്പറേറ്റ് കാറ്റഗറിയായി എടുത്ത് അതിനെ മാത്രം അടിക്കുന്ന അങ്ങനെയൊന്നും നടക്കില്ല. ഈ അതല്ലാതെ പൊതുജീവിതത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുകയും അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യാത്തിടത്തോളം കാലം ആകാശത്തും ഉണ്ടാകും, സൈബർ ഇടങ്ങളിലും ഉണ്ടാകും, സ്പേസിലും ഉണ്ടാകും, എല്ലായിടത്തിലും ഉണ്ടാകും. അപ്പം ഈ സൈബർ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടാകുന്ന അതാണ് അങ്ങ് നോ. അത് ഈക്വലി ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീവിരുദ്ധ മനോഭാവം, മനുവാദി മനോഭാവം അത് എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് അത് തിരിച്ചറിയുകയും അതിനെ രാഷ്ട്രീയ വിഷയമായി എടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യാത്തിടത്തോളം കാലം ഇതിൻ്റെ സൈബർ ഇടങ്ങളിലും ഇനിയും ഇതിനേക്കാൾ ശക്തമായിട്ട് വരും. അത് അല്ലെങ്കിൽ സൈബർ ഇടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടി അധികമായി സ്ത്രീകൾക്കെതിരായി ആക്രമണം വരും. ഇത് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്ത്രീക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അത് ലൈംഗികമായ അതിക്രമമായാലും മറ്റെന്തായാലും അധിക്ഷേപമായാലും എന്തായിരുന്നാലും ശരി, അതിന് പൊളിറ്റിക്കൽ പാറ്റർനേജ് എന്നുള്ളത്. അത് മാത്രമല്ല അതിനെതിരായുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അവൻ ഏത് പാർട്ടിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്നുള്ളത് നോക്കി അതിനെ പ്രതികരിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഇത് പരിശോധന അല്ലെങ്കിൽ വിലയിരുത്തല് പാർട്ടിക്കകത്ത് ഉണ്ടാവണം. നിലവിൽ എങ്ങനെയാ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ കുറിച്ച് ചർച്ച എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിലുള്ള ഒരു ചർച്ച ഞാനുള്ള ഘടകത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ ഉള്ള ലീഡർഷിപ്പ് ഇരിക്കുന്ന ഘടകത്തിൽ പൊതുവായി ഇങ്ങനെ ഒരു സ്ത്രീകൾക്കെതിരായി വർദ്ധിച്ച് അതിൽ ആശങ്കയുണ്ടാകുകയും അതിനെതിരായിട്ട് എല്ലാവരും പ്രതികരിക്കണം എന്ന് പറയുകയും ചില പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും, അതൊക്കെ ഉണ്ട്, അതിൽ ഒരു കുറവുമില്ല. പക്ഷെ അത് പറയുമ്പോഴും ഇതിനെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും, അതൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഈ ആംഗിളിൽ അതൊരു ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ ഉയർത്തുമെങ്കിലും പക്ഷെ ആ രീതിയിൽ പൊതുവായി ഒരു ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ 2 നല്ല ഉദാഹരണങ്ങളാണ്. ഒന്ന് ഈ ഗുസ്തി താരങ്ങളുടെ ഒരു ഇത് എന്തുകൊണ്ട് അയാൾ ഇന്നും ഇപ്പം മത്സരിച്ചില്ല, അല്ലെങ്കിൽ അതുവരെയും പാർലമെന്റ് മെമ്പറായി പ്രൈം മിനിസ്റ്റർ കൂടെ ഇരിക്കുകയാണ്. വിമൻ ലെഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു ക്രിമിനൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്ന് പറയാവുന്നത് ഈ വനിതാ സംഘടനകൾ ഇൻക്ലൂഡിങ് മൈ ഓർഗനൈസേഷൻ, നമ്മൾ ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു, അത് ഓപ്പോസിഷനിലിരിക്കുന്ന പാർട്ടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന പാർട്ടിയിൽ ഉള്ള ആളാണെങ്കിൽ ഉടനെ നമ്മൾ കൊടിയെടുത്തു, പ്ലാക്കാർഡ് എഴുതി, മുദ്രാവാക്യം വിളിച്ചു അങ്ങ് പോകും. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ പരിശോധിച്ച് അങ്ങനെയും ഒരു രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണമായാലും പാർട്ടി നേതാക്കളുടെ പ്രതികരണം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. അതല്ല ഇത് ഒരു
സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് പാർട്ടി ഭേദമില്ലാതെ ഉള്ളവരെല്ലാവരും തന്നെ സ്ത്രീകളാണ് അല്ലേ? അവർക്കെതിരായ ഒരു ആക്രമണം വരിക എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് മേലെയുള്ള ഒരു ആക്രമണമായി അതിനെ കാണേണ്ടത്. അല്ല, അതായത് ഈ പറഞ്ഞു വരുന്നത് അതിനപ്പുറത്ത് നിൽക്കുന്ന ആരാണെങ്കിലും അവരെ പാർട്ടി ഭേദം തന്നെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നടപടി വേണം. ഇതിൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറ്റാരോപിതനോ കുറ്റവാളി അവരുടെ ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും നിൽക്കാൻ പാടില്ല. കേരളത്തിലെ ഈ ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ഫെമിനിച്ചി വന്നിരിക്കുന്നു ഒക്കെ ഉള്ള ഒരു ഫെമിനിസത്തോടൊരു പുറംതിരിഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് പൊതുവെ ഭൂരിഭാഗമായിട്ട് കാണുന്നത്. ഈ കമ്മ്യൂണിസത്തിനകത്ത് ഫെമിനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ഇതിന് ഈ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ വാട്ട് ഈസ് ആക്ച്വലി ഫെമിനിസം എന്താണ്? ഫെമിനിസത്തിന്റെയും ഇക്വാളിറ്റി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഫെമിനിസത്തിന് മറ്റൊന്നും ഇല്ല. തുല്യ പദവി സ്ത്രീകൾ ഉണ്ടാവണം. അവൾക്ക് അഭിപ്രായം പറയാനുള്ള ഇടങ്ങളിൽ തുല്യമായ ഇടം വേണം. അവൾക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ തുല്യമായ വിഹിതം വേണം. അവൾക്ക് ഒരു കുടുംബത്തില് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണുമാണെങ്കിൽ ആണിന് മാത്രമല്ല ആൺകുട്ടിക്ക് മാത്രമല്ല പഠിക്കേണ്ട, പെൺകുട്ടിക്കും പഠിക്കാനുള്ള സൗകര്യം വേണം. അതുപോലെ ആരോഗ്യ പരിരക്ഷണം, ഇതെല്ലാം ആ ഒരു കൺസെപ്റ്റ് അല്ലേ? അതാണല്ലോ. ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു ഫെമിനിസ്റ്റ്. അത് മാത്രമല്ല, ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുമ്പോൾ അവളെ തുറിച്ചു നോക്കാതിരിക്കുന്നതും അതും സ്ത്രീയുടെ ഒരു അവകാശത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ ആ നിലയിലേക്ക് ഈ സമൂഹം വളർന്നിട്ടില്ല. പൊതുജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയുടെ റൈറ്റിനെ അസേർട്ട് ചെയ്യുന്ന, അഭിപ്രായം പറയുന്ന, സ്വന്തമായ അഭിപ്രായം ഒരു വിഷയത്തിൽ പറയുന്ന സ്ത്രീയെ ഒന്നും അംഗീകരിക്കുന്ന, അത്ര ഈസിയായി അംഗീകരിക്കുന്ന സമൂഹവും അല്ല നമ്മുടെ കേരള സമൂഹം അടക്കം എന്നുള്ളത്. സോ അസേർട്ട് ചെയ്യുക, അഭിപ്രായം പറയുക, നിലപാടുണ്ടാകുക, ഇതൊന്നും അത്ര വേഗത്തിൽ അംഗീകരിച്ച് തരുന്നതല്ല ഈ ഗോഡ്സ് ഓൺ കൺട്രിയും എന്നാൽ ഇത് നമ്മൾ മറ്റ് വടക്കേന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം അതാണ് മച്ച് ബെറ്റർ. പക്ഷെ അത് എത്രമാത്രം ബെറ്റർ ആണ്, മോശമാണ്, ആ മോശത്തിൽ കുറച്ച് നല്ലത് എന്നുള്ള ഒരു ആ രീതിയിലേ ഉള്ളു. പക്ഷെ നമുക്ക് കേരളത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഉള്ളത് കൊണ്ട് നമുക്ക് എന്നാലും ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളൂ. നമ്മൾ ഈ വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ മുന്നിൽ തളരാതെ നിൽക്കുക എന്നുള്ളതാണ് പൊതുജീവിതത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഫെമിനിസ്റ്റുകൾ, അതുപോലെ തന്നെ പെൺകുട്ടികൾ, അവരിതിലൊന്നും അങ്ങനെ ഒരു സൈബറിൽ ഇങ്ങനെ പറയുന്നുണ്ടോ, വിടണം, അവൻ എത്ര നാൾ പറയും? ചിലതല്ല, എല്ലാം അങ്ങനെ വിടണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിലങ്ങ് തളർന്ന് പിന്നെ പൊതുരംഗത്തേക്കൊന്നും വരാതെ എല്ലാം ഉപേക്ഷിച്ച് ഒരു തോടിനകത്ത് ചുരുങ്ങുക, അത് പാടില്ല. ചെയ്യേണ്ടത് ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇനി തുല്യ പ്രാതിനിധ്യം എന്ന് പറയുമ്പോഴേ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പം സ്ത്രീയും പുരുഷനും എന്നാണല്ലോ. എന്നാൽ പൊതുവെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ് ക്യൂർ ആയിട്ടുള്ള ഇവിടുത്തെ LGBTIQ+ ആളുകൾ. ആ ക്യൂർ മൂവ്മെന്റ് വളരെ ശക്തമായിട്ട് തന്നെ കേരളത്തിലും ഇന്ത്യക്കകത്തും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാം, അതിനകത്ത് റിസർവേഷൻ വിത്തിൻ റിസർവേഷൻ ആക്കാം. ചിലപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് കിട്ടി വരുന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് അവരെ പരിഗണിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് അവരെയും കൂടെ ചേർത്ത് പിടിക്കേണ്ട കാലം അതിക്രമിച്ചു പോയില്ലേ? അതില് നിങ്ങൾ ഒരു പക്ഷെ ഞങ്ങളുടെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വിമൻ റിസർവേഷൻ ബില്ല് പാസ്സായ ഉടനെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ഇതിനെ ക്രിട്ടിക്ക് ചെയ്തതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഞങ്ങൾ എടുത്തു പറഞ്ഞത് ഈ ട്രാൻസ് വിമൻ, അവരെ പറ്റി ഒരക്ഷരം ഇതിൻ്റെ അകത്ത്. അവരെ അംഗീകരിക്കുന്നു ഗവൺമെന്റ്, ദാറ്റ് റെക്കഗ്നേഷൻ ഈസ് ദെയർ. പക്ഷേ ഈ ബില്ല് കൊണ്ടുവരുമ്പം ദേ ആർ ഓൾസോ വിമൻ.
എന്തുകൊണ്ട് അവരില്ല? ഈ ചോദ്യം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കാലം മാറി വരികയാണ്. ഇന്ന് ഈ ക്യൂർ കമ്മ്യൂണിറ്റിയൊക്കെ തന്നെയും സുപ്രീം കോടതി ആയിരുന്നാലും ശരി, ഇത് സോറി, നമ്മൾ ഇതെല്ലാം അവരെയെല്ലാം റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ആ പോരാട്ടങ്ങൾ അവർ നടത്തുന്നു. അവരോടൊപ്പം പലരും ചേർന്ന് പോരാടുന്നു. നമ്മളൊക്കെ തന്നെയും അവരോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെയും പോരാട്ടം നടക്കുകയാണ്. അപ്പം ആ ഒരു റെക്കഗ്നീഷൻ അത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതിൽ ഒരു കോംപ്രമൈസിന് ഇനി ആ കാലം അതിക്രമിച്ചിരിക്കുക. കോംപ്രമൈസ് ട്രാൻസ് വിമന്റെ കാര്യം മാത്രമല്ല, ഇപ്പം ലെസ്ബിയൻസ് ആവട്ടെ, ഗേ പീപ്പിൾ ആകട്ടെ, അങ്ങനെ ആ സ്പെക്ട്രത്തിൽ തന്നെ ഒത്തിരി ഐഡന്റിറ്റികൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവരെ എല്ലാരെയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതല്ല, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇപ്പം ഈ ഗവൺമെന്റ് ഇപ്പം റെക്കഗ്നൈസ് ചെയ്തിട്ട് ഓൾറെഡി അവർക്ക് വേണ്ടി ഒരു ബില്ലൊക്കെ കൊണ്ട്, ആ ബില്ലിലൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു നല്ല ഒരു ബില്ലുണ്ടായിരുന്നതിനെ തകിടം മറിച്ചുകൊണ്ടാണ് ഒരു വളരെ വിരുദ്ധമായിട്ടുള്ള ഈ ട്രാൻസ് ജെൻഡറിന് തന്നെ എതിരായിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ആ കമ്മ്യൂണിറ്റിയെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുക. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയെ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നില്ല? അതാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നാൽ അതേസമയം ഈ ക്യൂർ കമ്മ്യൂണിറ്റിയുടെ പോരാട്ടങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുകയുമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഭയങ്കര നല്ല കോൺവെർസേഷൻ ആയിരുന്നു. അയ്യോ, താങ്ക് യു സോ മച്ച്.